കോട്ടയം എരുമേലിയിൽ ബാലാലയ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വാപുരസ്വാമി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18. ക്ഷേത്രം പണിയുന്നത് വാപുര പള്ളിയിൽ നിന്ന് വലിയമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ. ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെ നിർമ്മിച്ച ഭാഗങ്ങൾ ഇടിച്ചു കളഞ്ഞ നിലയിൽ. ക്ഷേത്രത്തിനായി ദേവപ്രശ്നം നടത്തിയതിന്റെ പ്രചാരണ ബോർഡുകളും ഇവിടെയുണ്ട്. ദേവപ്രശ്നത്തിൽ പങ്കെടുത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായി. എരുമേലി വാപുര ക്ഷേത്ര നിർമ്മാണത്തിനെതിരായ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക്. നിർമ്മാണം സ്റ്റേ ചെയ്ത കേസിൽ തുടർ നടപടി നിർണായകമായി മാറുകയാണ്. കോടതിയെ സമീപിച്ചത് ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥനാണ്. കേരള സർവകലാശാലയിൽ ഭാരതാംബ ചിത്രവിവാദത്തിൽ തുടങ്ങിയ പോര് ഇപ്പോഴും മുറുകുകയാണ്. താൽക്കാലിക വിസിയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും നേർക്കുനേർ. സിൻഡിക്കേറ്റ് യോഗത്തിന് പിന്നാലെ വൈസ് ചാൻസലർ ചുമതലയേറ്റതിൽ ഡോക്ടർ സിസ തോമസിന് കടുത്ത അതൃപ്തിയാണ്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതെ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാർ അവധിയിൽ പോവുകയാണ്. സിൻഡിക്കേറ്റ് സസ്പെൻഷൻ പിൻവലിച്ച പശ്ചാത്തലത്തിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പിൻവലിക്കും. കേസ് പരിഗണിക്കുമ്പോൾ കോടതി നിരീക്ഷണങ്ങൾ നടത്തിയാൽ നിർണായകമായി മാറും. താൽക്കാലിക വിസി ഡോക്ടർ സിസ തോമസിനെതിരെ SFIയുടെ പ്രതിഷേധം ഇന്നും തുടരും. കേരളത്തിൽ സന്ദർശനം നടത്തുന്ന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ ഗുരുവായൂർ സന്ദർശനം തടസ്സപ്പെട്ടു. കനത്ത മഴ കാരണം ഹെലികോപ്റ്റർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഇറക്കാൻ കഴിഞ്ഞില്ല. ഉപരാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ കൊച്ചിയിൽ മടങ്ങിയെത്തി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ദുരവസ്ഥയിൽ ഇടപെടണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അടിസ്ഥാന സൗകര്യങ്ങളും ഉപകരണങ്ങളും ഉറപ്പാക്കാൻ കോടതി ഇടപെടൽ വേണമെന്ന് ഹർജിയിൽ ആവശ്യമുണ്ട്. കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുവാനും സാധ്യതയുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിൽപ്പെട്ടതിന് സമാനമായ ഒരു കെട്ടിടം നെയ്യാറ്റിൻകര ആശുപത്രിയിലും. താലൂക്ക് ആശുപത്രിയിൽ നേരത്തെ വാർഡായി ഉപയോഗിച്ചിരുന്ന ഇരുനില കെട്ടിടം കാലപ്പഴക്കം ചെന്ന നിലയിലാണ് ഇപ്പോൾ. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ന്യൂസ് ടൈംസിലുണ്ടാവും. കെട്ടിടം ഏത് സമയവും നിലം പൊത്താവുന്ന നിലയിലാണ്. പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിട്ടും നടപടിയുണ്ടായില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിലും അപകട സാധ്യതയുണ്ട്. ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്നത് ഏത് സമയവും നിലം പൊത്താവുന്ന കെട്ടിടത്തിലാണ്. പ്രധാന കെട്ടിടങ്ങൾക്ക് മുകളിൽ ആൽമരം മുളച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ഇന്നും തുടരും. ഇന്നലെ അർദ്ധരാത്രി പാലക്കാട് കാഴ്ചപ്പറമ്പിൽ വീണ ജോർജിനെ കരിങ്കൊടി കാട്ടി യൂത്ത് കോൺഗ്രസുകാർ. പാലക്കാട് നിപ അവലോകന യോഗത്തിൽ മന്ത്രി ഇന്നുണ്ടാവും. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. യുവതി വെന്റിലേറ്ററിലാണ്. മങ്കടയിൽ മരിച്ച 19 വയസ്സുകാരിയുടെ സമ്പർക്ക പട്ടികയിലെ 3 പേരുടെ ഫലം നെഗറ്റീവാണ്. സംസ്ഥാനത്താകെ 241 പേരാണ് നിപ നിരീക്ഷണത്തിൽ. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. 4 DCCകളിൽ അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകില്ല. അവസാനവട്ട ചർച്ചകൾക്കായി KPCC പ്രസിഡന്റും നേതാക്കളും മറ്റന്നാൾ ഡൽഹിയിലെത്തും. പ്രസവശേഷം ആശുപത്രിയിൽ ഉപേക്ഷിച്ച കുഞ്ഞ് നിധിയെ മാതാപിതാക്കളുടെ നാടായ ഝാർഖണ്ഡിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞ് ഇനി ഝാർഖണ്ഡ് CWCയുടെ നിരീക്ഷണത്തിലായിരിക്കും. കുഞ്ഞിനെ CWCക്ക് കൈമാറുന്നത് സംരക്ഷിക്കാനുള്ള സാമ്പത്തിക പശ്ചാത്തലം മാതാപിതാക്കൾക്ക് ഇല്ല എന്ന് കണ്ടെത്തിയതിനാലാണ്. കോഴിക്കോട് ചേളന്നൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അനസ്തീഷ്യ നൽകുന്നതിലെ വീഴ്ച കാരണം കുഞ്ഞ് മരിച്ചത് സ്വകാര്യ ക്ലിനിക്കിലാണ്. ശ്വാസതടസ്സമുണ്ടായ കുഞ്ഞിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഡാർക്ക് നെറ്റ് വഴി ലഹരി വിൽപ്പന കേസിൽ പ്രതികളെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. നാർക്കോട്ടിക്സ് ബ്യൂറോയുടെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കും. പ്രതികളായ എഡിസൺ, അരുൺ തോമസ് എന്നിവരെ 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കാൻ വിദഗ്ധരുടെ സഹായവും തേടും. യന്ത്രത്തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35ന്റെ അറ്റകുറ്റപ്പണികൾ ഇന്ന് തുടങ്ങും. തകരാർ പരിഹരിക്കുന്നത് ലണ്ടനിൽ നിന്നെത്തിയ 17 അംഗ സംഘമായിരിക്കും. ദൗത്യം പരാജയപ്പെട്ടാൽ വിമാനം എയർലിഫ്റ്റ് ചെയ്യും. പാലക്കാട് പാലക്കയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. പുലർച്ചെ 6 മണിയോടെ വീടുകളുടെ മുറ്റം വരെ എത്തിയ കാട്ടാനകളെ RRT പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി. മലമ്പുഴയിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവിന്റെ കഴുത്തിൽ മുറിവേറ്റു. കൊല്ലം കുന്ന് സ്വദേശി മണികണ്ഠന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവമുണ്ടായത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തി ബഹളം വെച്ചതോടെ പുലി ഓടിപ്പോയി.
ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം ബ്രിക്സ് രാജ്യങ്ങളും. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് സംയുക്ത പ്രഖ്യാപനം. ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയത്തിനെതിരെയും വിമർശനം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വര വ്യവസായി ഇലോൺ മസ്കും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണ്. മസ്ക് പ്രഖ്യാപിച്ച അമേരിക്ക പാർട്ടിയെ വിമർശിച്ചും പരിഹസിച്ചും ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ മൂന്നാമതൊരു പാർട്ടി തുടങ്ങുന്നത് വിഡ്ഢിത്തരമാണെന്നും വിജയിക്കില്ലെന്നുമാണ് വിമർശനം. അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 82. മരിച്ചവരിൽ 30 പേർ കുട്ടികൾ. കാണാതായ 40 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ദുരന്ത സ്ഥലം ഡൊണാൾഡ് ട്രംപ് ഉടൻ സന്ദർശിക്കും.